27 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കപ്പൽ അന്ന് ഈ ചരക്കു കപ്പലായിരുന്നത് പിന്നീട് കണ്ടെയ്നർ ഫീഡർ ഷിപ്പാക്കി മാറ്റുകയായിരുന്നു. ഈ രൂപമാറ്റം അനുവദനീയവുമാണ്, പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രം. എൽസയുടെ കാര്യത്തിൽ 13 തവണയാണ് ഉടമകൾ മാറിയത്. 1ഉം 2ഉം വർഷം കൈവശം വച്ചിരുന്നതിനു ശേഷം ഓരോരുത്തരും കൈമാറുകയായിരുന്നു. ഇതുതന്നെ കപ്പലിന്റെ ശേഷിയെ ബാധിക്കും. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെ എങ്ങനെയും വിറ്റഴിക്കുന്ന രീതിയാണ് ഇതുവരെ തുടർന്നു പോകുന്നത്. ഇപ്പോ അപകട സമയത്തുണ്ടായ കാലാവസ്ഥ നോക്കുക. സാധാരണ ആഴക്കടലിൽ ഒക്കെയുള്ള കാലാവസ്ഥ മാത്രമായിരുന്നു കൊച്ചി തീരത്തും ഉണ്ടായിരുന്നത്. ഓഖി പോലെയുള്ള വലിയ കൊടുങ്കാറ്റൊന്നും വീശിയിരുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ കൂടി മറികടക്കാനുള്ള ശേഷിയാണ് ഓരോ കപ്പലുകളും നിർമ്മിക്കേണ്ടത്. സാധാരണ ഉണ്ടാക്കാറുള്ള കാറ്റിലും തിരയിളക്കത്തിലും പോലും എൽസയുടെ ചട്ടക്കൂടിന് കേട് സംഭവിക്കുകയായിരുന്നു. ഈ അപകടത്തിന് 100% ഉത്തരവാദി ആ കപ്പൽ ഉടമയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. എന്നിട്ടും ഉടമയെ വിചാരണ ചെയ്യാനുള്ള നിയമങ്ങൾക്ക് ഇന്ത്യയിൽ പരിമിതികളുണ്ട്. കേരള തീരത്ത് ഈ അപകടം ഉണ്ടാക്കുന്ന ആഘാതത്തിനുള്ള നഷ്ടപരിഹാരം കൂടി നൽകേണ്ടത് ഉടമയാണ്. മീൻപിടുത്തത്തെയാണ് ഈ അപകടം ഏറ്റവും അധികം ബാധിക്കുക. ഈ മീനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനമായിട്ട് മറ്റൊന്നുണ്ട്. അപകടം സംഭവിച്ച പ്രദേശം മീൻ ഒഴിവാക്കും എന്നതാണ്. സാധാരണ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ലാത്ത രാസവസ്തുക്കളാണ് കടലിൽ കലരുന്നത്. ഇതോടെ മീനുകൾ കൂട്ടമായി തീരെ മാറുന്നതാണ് ലോകമെങ്ങും കണ്ടിട്ടുള്ളത്. ആത്യന്തികമായി അതിന്റെ ദോഷഫലം അനുഭവിക്കേണ്ടത് മീൻപിടുത്തക്കാരാണ്. പിന്നെ മീൻ ഉപയോഗിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനതയും.